Experiment. Program to find the largest of three numbers. Okay, so നമുക്ക് 3 നമ്പർ ഇൻപുട്ട് ചെയ്തിട്ടുണ്ടാവും. ആ 3 നമ്പറിൽ നിന്ന് ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. അതാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ aim to write a Python program that accepts 3 numbers as input and determines the largest among them. Okay, so prerequisites ആയിട്ട് understanding of Python, knowledge of if else and statements, taking input and output from the keyboard. Okay, so വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. Algorithm will start, then prompt the user to enter the 3 numbers. Okay, store these numbers, 3 numbers in separate variable, num1, num2 and num3. 3 variable നമ്മൾ കൊടുത്തിട്ടുണ്ട്. You can use a, b, c or number 1, number 2, number 3 and so on. And how to check or how to find the largest number out of these 3. അതിൻ്റെ ലോജിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. സപ്പോസ് നമുക്ക് ഇങ്ങനെ 3 നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഈ ഫസ്റ്റ് കോളത്തിൽ വരുന്നതാണ് നമ്പർ 1, ഇത് നമ്പർ 2, ഇവിടെ നമ്പർ 3. ഓക്കെ, സോ നമ്മളുടെ നമ്പർ ഫസ്റ്റ് നമ്പർ നമ്പർ 1 ഗ്രേറ്റർ ദാൻ ദ അതർ 2 വരാൻ സാധ്യത. സെയിം ടൈമിൽ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പറിനേക്കാളും തേർഡ് നമ്പറിനേക്കാളും വലുതാണെങ്കിൽ, അറ്റ് ദ സെയിം ടൈം ഇഫ് ദ ഫസ്റ്റ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് നമ്പർ ആൻഡ് തേർഡ് നമ്പർ, ലാർജസ്റ്റ് നമ്പർ വിൽ ബി the first number. Otherwise സെക്കൻഡ് നമ്പർ 2 ആണ് ലാർജസ്റ്റ് ആകുന്നത്. ഇപ്പോൾ നമ്പർ 2 എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പറിനേക്കാളും സെക്കൻഡ് നമ്പറിനേക്കാളും സെയിം ടൈം ലാർജസ്റ്റ് ആണെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് നമ്പറിനേക്കാളും സെക്കൻഡ് നമ്പറിനേക്കാളും സെയിം ടൈം, ഫസ്റ്റ് നമ്പറിനേക്കാളും തേർഡ് നമ്പറിനേക്കാളും സെക്കൻഡ് നമ്പർ ലാർജസ്റ്റ് ആണെങ്കിൽ സെക്കൻഡ് നമ്പർ ആവും നമ്മളുടെ ലാർജസ്റ്റ് നമ്പർ. ഫോർ എക്സാമ്പിൾ ഇത് 10, 30, 50 ആണ്. സോ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പറിനേക്കാൾ ലാർജസ്റ്റ് ആണ്, ബട്ട് സെക്കൻഡ് നമ്പറിനേക്കാൾ സ്മോളസ്റ്റ് ആണ്. അങ്ങനെയുള്ള കേസിൽ സെക്കൻഡ് നമ്പർ ലാർജസ്റ്റ് നമ്പർ ആകില്ല. ഓക്കെ, സോ സെക്കൻഡ് നമ്പർ ലാർജസ്റ്റ് നമ്പർ ആകാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് സെയിം ടൈം, okay, first number say and the third number, second number should be the largest, and third number largest ആകാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്ന സെയിം ടൈമിൽ ഫസ്റ്റ് നമ്പറിനേക്കാളും സെക്കൻഡ് നമ്പറിനേക്കാളും വലുതാണെങ്കിൽ നമ്മളുടെ തേർഡ് നമ്പർ ആയിരിക്കും ലാർജസ്റ്റ്. സോ നമ്മൾക്ക് ഏതെങ്കിലും ഒരു 2 കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഈ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ വന്നാൽ നമുക്ക് ഫസ്റ്റ് ഓർ സെക്കൻഡ് ഡിസിഷൻ എടുക്കാം. ഫസ്റ്റും സെക്കൻഡും അല്ല എങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് തേർഡ് നമ്പർ ആയിരിക്കും. സോ ഇതാണ് നമ്മളുടെ ലോജിക് എന്ന് പറയുന്നത്. So programming logic, if number 1 is greater than or equal to both number 2 and number 3, then number 1 is the largest. Okay, so number 1 is greater than number 2 and number 3. So we have to use a logical operator here, and greater than 3 or equal. Otherwise, if number 2 is greater than or equal to both number 1 and number 3, so second number same time number 1 ഉം number 3 യേക്കാളും വലുതാണെങ്കിൽ number 2 is the largest. Otherwise, ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ third number is the largest. Then we will print the largest number. So that is what our program logic. Okay, so code is very simple. Number 1 is equal to float. So the system is able to accept both integer and a floating number. So we are reading 3 numbers from the keyboard and assigning to the variables number 1, number 2 and number 3. Then same what discussed in the algorithm. If number 1 greater than or equal to number 2 and same time number 1 greater than or equal to number 3, അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് എന്ന് പറയുന്നത് number 1 ആയിരിക്കും. Otherwise, ELIF, else if number 2 greater than or equal to number 1 and number 2 greater than or equal to number 3, largest is num2, else largest is equal to number 3. So ആദ്യം ലാർജസ്റ്റ് എന്ന് പറയുന്ന നമ്പർ 1 ആണോ എന്ന് നോക്കുക, നമ്പർ 1 അല്ലെങ്കിൽ 2 ആണോ എന്ന് നോക്കുക. നമ്പർ 2ഉം 1ഉം അല്ല എങ്കിൽ ലാർജസ്റ്റ് നമ്പർ ഡെഫിനറ്റ്ലി തേർഡ് നമ്പർ ആയിരിക്കും. ഓക്കെ, സോ അതാണ് നമ്മളുടെ ലോജിക് എന്ന് പറയുന്നത് ഫ്രം ദ ലാർജസ്റ്റ് നമ്പർ. ഓക്കെ, സോ ഹിയർ ഇറ്റ്സെൽഫ് അസൈൻമെന്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യാം, ബട്ട് ദിസ് ഈസ് ദ ഗുഡ് അപ്രോച്ച്. ഒരു വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നു, ആൻസർ ഒരു വേരിയബിൾ അവൈലബിൾ ആയിരിക്കും, ആ നമ്പറിന് നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. ഓക്കെ, സോ അതാണ് നമ്മളുടെ പ്രോഗ്രാമിംഗ് ലോജിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പ്രോഗ്രാമിനെ നമ്മൾ ഒരു പൈത്തൺ ഇതിലേക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഓക്കെ, സോ നമ്പർ 1 ഈസ് ഈക്വൽ ടു നമ്മളവിടെ സെയിം കോഡ് നമ്മളവിടെ എഴുതിയിട്ടുണ്ട്. നമ്പർ 1 ഈസ് ഈക്വൽ ടു ഫ്ലോട്ട് ഇൻപുട്ട് എൻ്റർ ദ ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ, നമ്പർ 1 ഗ്രീറ്റർ ദാൻ ഈക്വൽ ടു നമ്പർ 2 ആൻഡ് നമ്പർ 1 ഗ്രീറ്റർ ദാൻ ഈക്വൽ ടു നമ്പർ 3, ലാർജസ്റ്റ് ഈസ് നമ്പർ 1, എൽസ് എൽസ് എൽസ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. വി വിൽ സേവ് ദ ഫയൽ, വിൽ run the code. Okay, first number is 25, second number is 32.5 and 18.9. Yes, the largest number is 32. Second number are the largest number. Okay, so we can experiment with the different test cases. Okay, so test cases എന്ന് പറയുന്നത് here are the test cases. Number 10. First number is 10, second number is 20, 15, largest number is 20. Second question, second test cases, first number minus 5, minus 10 and minus 2. So minus 2 is the largest number. And the next is 12.5, 12.5, 12.5, largest number is 12.5. And so on. So we can give other possibilities like 12.5, a positive number and a negative number and a 0, and then compare 2 positive number and a 0, 2 negative number and a 0. Different combinations you can experiment with and which whether our program is finding the largest number or not. Now here are some sample problems. Find the smallest of 3 numbers. Okay, so to find the smallest of the 3 numbers, the logic is same what we discussed for the largest. So നമ്മൾ ലാർജസ്റ്റ് കണ്ടപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് ചെക്ക് ചെയ്തത്. അത് സ്മോളസ്റ്റിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്പർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം 2 ആൻഡ് നം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം 3. Then smallest is നം 1. ALIF അപ്പോൾ ഇങ്ങനെ കൊടുത്താൽ മതി. ഇഫ് നം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം 2 ആൻഡ് നം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം 3, സ്മോളസ്റ്റ് ഈസ് നം 1, എൽസ് if num 2 less than or equal to num 3 and num 2 less than or equal to num 1, smallest is num 2, else smallest is num 3. അങ്ങനെ കൊടുത്താൽ നമുക്ക് എന്താ പ്രോഗ്രാം ചെക്ക് ചെയ്യാൻ പറ്റും, സ്മോളസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഓക്കെ, സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് identify the middle number. How to identify out of 3 numbers, how to identify the middle number. Okay, so to identify the middle number, middle of n. Suppose നമുക്ക് വന്ന നമ്പർ ഉണ്ട് 10, 20, 30. Okay, so we don't want the smallest number, we don't want the highest number, but we need the middle number, the one who comes in between the other two. Okay, so what is the logic you can think of? സോ നമ്മളുടെ ഈ സിറ്റുവേഷൻ അനുസരിച്ച് സെക്കൻഡ് നമ്പറാണ് നമ്മളുടെ മിഡിൽ നമ്പർ. സെക്കൻഡ് നമ്പർ മിഡിൽ നമ്പർ ആവാൻ വേണ്ടി ഈ രണ്ട് പോസിബിലിറ്റീസ് വരാം. 10, 20, 30 വരാം, അല്ലെങ്കിൽ 30, 20, 10 എന്ന് വരാം. ഈ രണ്ട് പോസിബിലിറ്റിയിലും സെക്കൻഡ് നമ്പർ ആണ് നമ്മളുടെ മിഡിൽ നമ്പർ എന്ന് പറയാം. സോ ഇത് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നു? സോ ടിപ്പിക്കൽ എക്സാമ്പിൾ അനുസരിച്ച് നമ്പർ 2 ആണ് മിഡിൽ നമ്പർ. സോ നമ്പർ 2 മിഡിൽ ആകണമെങ്കിൽ നമ്പർ 2 ഇഫ് നമ്പർ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു num 3 and number 2 greater than or equal to num 1. Okay, so number 2 എന്ന് പറയുന്നത് ലെസ് ദാൻ നമ്പർ 3, സെയിം ടൈമിൽ നമ്പർ 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ നമ്പർ 3, അല്ലെങ്കിൽ ഓർ നം 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റിയിട്ട് എന്ത് വേണം, നം 3യേക്കാൾ ഗ്രേറ്റർ ആവുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നം 3, സെയിം ടൈമിൽ നം 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നം 1. അങ്ങനെയാണെങ്കിൽ മിഡിൽ ഈസ് ഈക്വൽ ടു നം 2.
ഈ ലോജിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ നമ്പർ 2 എന്ന് പറയുന്നത് മിഡിൽ ആകാൻ രണ്ട് സിറ്റുവേഷൻസ് വരാം. 10, 20, 30 ഇങ്ങനെ നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്പർ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ 3, നമ്പർ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ 3 ആൻഡ് സെയിം ടൈമിൽ നമ്പർ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്പർ 1. സോ ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വന്നു. ഓക്കെ, ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഓർ കണ്ടീഷന് മുമ്പുള്ളത് ഈ ആദ്യത്തെ കേസ് വന്നു. ഓർ ഇങ്ങനെ വന്നിട്ടില്ല. ഇങ്ങനെ വന്നാലും സെക്കൻഡ് നമ്പർ നമ്മളുടെ മിഡിൽ നമ്പർ ആയിരിക്കും. നമ്പർ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്പർ 3 ആൻഡ് നമ്പർ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ 1. നമ്പർ 2 ഗ്രേറ്റർ ദാൻ നമ്പർ 3 ഇതിനേക്കാൾ വലുതാണ്, 30യേക്കാൾ ചെറുതാണ്. ഈ രണ്ട് സിറ്റുവേഷനിലും 20 ആയിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് നമ്പർ ആയിരിക്കും മിഡിൽ നമ്പർ. ഇതേ കോമ്പിനേഷൻസ് നമ്മൾ മാറ്റിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ 2 ആൻഡ് ഗ്രേറ്റർ ദാൻ നമ്പർ 3, ഓർ നമ്പർ 1 ലെസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്പർ 3 ആൻഡ് നമ്പർ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ 2, മിഡിൽ നമ്പർ എന്ന് പറയുന്നത് നമ്പർ 1 ആയിരിക്കും. എൽസ് നമ്പർ 3 ഇസ് ദ മിഡിൽ നമ്പർ. സോ അതാണ് നമ്മളുടെ മിഡിൽ നമ്പറിനെ കണ്ടുപിടിക്കാനുള്ള ലോജിക് എന്ന് പറയുന്നത്. രണ്ട് സിറ്റുവേഷൻ നമ്മൾ ചെക്ക് ചെയ്യണം. ദാറ്റ്സ് വൈ ഓർ ഹിയർ. Okay, so that you can experiment on the Python terminal and check whether or which number, whether you are getting the correct result or not, and experiment with the test cases. Then check if three numbers are equal. That is very difficult, very simple question. What conditional checking namakku check cheyan pattum. If number 1 is equal to number 2 which is equal to at the same time നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് if num1 is equal to num2 and num1 is equal to num3, സെയിം ടൈമിൽ ഈ രണ്ട് സിറ്റുവേഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ we can write print all numbers are, or given three numbers are equal. Otherwise else we can print 3 numbers are not equal. That's a simple question. Then മൂന്നാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ചെക്ക് ഇഫ് നമ്പേഴ്സ് ക്യാൻ ഫോം എ ട്രയാങ്കിൾ. സോ നമുക്ക് 3 നമ്പർ ഉണ്ടായിരിക്കും. ആ 3 നമ്പർ ഉപയോഗിച്ച് ചെക്കിംഗ് ഇഫ് 3 നമ്പേഴ്സ് ക്യാൻ ഫോം എ ട്രയാങ്കിൾ. ചെക്ക് ഇഫ് 3 numbers can form a triangle. സോ ഇത് നമ്മൾ 3 നമ്പർ ട്രയാങ്കിൾ ഫോം ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ടാണ്. അത് നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ്, ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സ് ആണ് എ ബി ആൻഡ് സി. ഈ 3 സൈഡിൻ്റെ ലെങ്ത് ഒരു ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അതൊരു ട്രയാങ്കിൾ ആയിട്ട് മാറുള്ളൂ. സോ എന്താണ് ഇൻഇക്വാലിറ്റി? എ പ്ലസ് ബിയുടെ സം എന്ന് പറയുന്നത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സി ആയിരിക്കണം. രണ്ട് സൈഡുകളുടെ സം എപ്പോഴും മൂന്നാമത്തെ സൈഡിനേക്കാൾ കൂടുതലായിരിക്കണം, എങ്കിൽ മാത്രമേ അതൊരു ട്രയാങ്കിൾ ആവുള്ളൂ. സോ എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ സി ആയിരിക്കണം. സെയിം ടൈം ബി പ്ലസ് സി ഗ്രേറ്റർ ദാൻ എ ആയിരിക്കണം. സെയിം ടൈമിൽ സി പ്ലസ് എ ഗ്രേറ്റർ ദാൻ ബി ആയിരിക്കണം. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 നമ്മൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്ന നമ്പർ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആദ്യം നമ്മൾ ഫസ്റ്റും സെക്കൻഡും സമ്മ് ഗ്രേറ്റർ ദാൻ തേർഡ്, സെക്കൻഡും തേർഡിൻ്റെയും സമ്മ് ഗ്രേറ്റർ ദാൻ ഫസ്റ്റ്, തേർഡിൻ്റെയും ഫസ്റ്റിൻ്റെയും സമ്മ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ്. ഈ 3 കണ്ടീഷനും സെയിം ടൈം സാറ്റിസ്ഫൈ. ഇത് ആദ്യത്തെ രണ്ടെണ്ണം സാറ്റിസ്ഫൈ ചെയ്ത് മൂന്നാമത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ ദാറ്റ് വിൽ നോട്ട് ഫോം എ ട്രയാങ്കിൾ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ നമുക്ക് ഇത് 3 കണ്ടീഷനും സെയിം ടൈം ചെക്ക് ചെയ്യണം. സോ സെയിം ടൈം ചെക്ക് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്യുക? സെയിം ടൈം ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇതേ പ്രോഗ്രാം ലോജിക് ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. If a plus b greater than c and b plus c greater than b, a and a plus c greater than b, അങ്ങനെയാണെങ്കിൽ പ്രിന്റ് ദ ഗിവൺ 3 സൈഡ്സ് ക്യാൻ ഫോം എ ട്രയാങ്കിൾ. സോ നമ്മൾ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ അത് നമ്മൾ 3 നമ്പേഴ്സ് റീഡ് ചെയ്തു ഫ്രം ദ കീബോർഡ്. നമ്പർ 1 ഈസ് ഈക്വൽ ടു, ഓർ സൈഡ് 1 ഈസ് ഈക്വൽ ടു
Number 1 is equal to float input. Enter the first number. Let's say first side of the triangle. Second side. Third side. Okay, so condition check number 1 plus. If number 1 plus num2 greater than equal ayal patilla, it should be greater than num3. And number 2 plus num3 greater than number 2 plus greater than number 2 plus number 3, number 1 plus number 3 greater than num2, and ഒരു കണ്ടീഷൻ കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. num2 plus num3 greater than num1. Okay, 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ what we can say, print number 1, number 2 and number 3 forms triangle, comma, forms triangle dot format num1, num2, num3. Okay, so print, let's close print function. Okay, else ഇത് 3 കേസും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എങ്കിൽ will print second number, third number, does not forms triangle format first number, second number, third number. ഇതാണ് നമ്മളുടെ പ്രോഗ്രാം എന്ന് പറയാം. സോ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ പ്രോഗ്രാം നമ്മൾ സേവ് ചെയ്തു, പ്രോഗ്രാം നമ്മൾ റൺ ചെയ്തു. ഫസ്റ്റ് നമ്പർ സേ 3, second number 5, third number 10. Okay, 3, 5 and 10 does not form a triangle. So ഒരു 3 and 5 and 10 centimeter സൈഡ് ഉപയോഗിച്ച് നമുക്കൊരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇതൊരു ഡസ് നോട്ട് ഫോമിൻ്റെ എക്സാമ്പിൾ ആണ്. സെയിം ഇത് ഉപയോഗിച്ച് നമുക്ക് ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 3, സെക്കൻഡ് നമ്പർ ഈസ് 5, then 4. Okay, 3 and 5, 3, 5 and 4 forms triangle. Okay, so does not forms and ഒരു നെഗറ്റീവ് കൊടുത്താലും അത് കിട്ടാത്ത രീതിയിൽ ഡിഫറെൻറ്റ് ടെസ്റ്റ് കേസസ് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.